ആമേൻ. തിരിച്ചറിവിൽ നിന്നും ഉണർവിലേക്ക് എന്നൊരു വാക്കാ ദൈവം തന്നത്. ആമേൻ. എന്താ കൈ കൊടുത്ത് പറയാൻ പറ്റുമോ? തിരിച്ചറിവിൽ നിന്നും ഉണർവിലേക്ക്. ഈ വർഷം ദൈവം നമുക്ക് തന്ന ശബ്ദം ഇതായിരുന്നു: ഹാർവസ്റ്റ് നമ്മുടെ ഇടയിൽ വെളിപ്പെടും. ആമേൻ. കൊയ്ത്ത് നമ്മുടെ ഇടയിൽ വെളിപ്പെടും. അതിൻ്റെ കൂടെ ദൈവം ഒരു ദിവസം രാവിലെ എൻ്റെ മനസ്സിൽ തന്ന വാക്കാണ് റിവൈവൽ. റിവൈവൽ, റീഡ് ബൈബിൾ, റിവൈവൽ എന്നൊരു ശബ്ദം എൻ്റെ മനസ്സിൽ ദൈവം തന്നു. അതുമായി ബന്ധപ്പെട്ട ദൈവം ഈ ആഴ്ചകളിലൊക്കെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം റിവൈവലിനെ പറ്റി സംസാരിക്കാൻ തന്ന റിവൈവലിനെ പറ്റി പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ വർഷം തുടക്കത്തിലെ ദിവസം തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് ചരിത്രങ്ങളിൽ നടന്ന റിവൈവലുകളെ പറ്റിയാണ്. ആമേൻ. റിവൈവൽ നമുക്ക് എല്ലാ മേഖലകളിലും ഉണ്ടാകണം. എന്താണ് റിവൈവൽ? നമുക്ക് സമസ്ത മേഖലകളിലും ഉണ്ടാകണം. ആമേൻ. ഒരു മേഖലയിൽ മാത്രമല്ല. ആമേൻ. ഇതിൻ്റെ 4 സൈഡും എൻ്റെ ചുറ്റും ഒരു റിവൈവലിൻ്റെ അനുഭവം ഉണ്ടാകണം. നിങ്ങൾക്കത് മനസ്സിലാകും. ഹല്ലേലൂയ. എന്താണ് നമ്മളിത് ചിന്തിക്കുന്ന വിഷയം? തിരിച്ചറിവിൽ നിന്നും ഉണർവിലേക്ക്. ഹല്ലേലൂയ. എവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? ആമേൻ. എന്താണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? ആരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? ഹല്ലേലൂയ, ആമേൻ. ഈ തിരിച്ചറിവെന്ന് പറഞ്ഞാൽ അറിഞ്ഞ ചില കാര്യങ്ങളെ ഒന്നും കൂടെ തിരിച്ചറിയുക എന്നല്ലേ പറയുക. അറിഞ്ഞ കാര്യങ്ങളെ ഞാൻ അറിഞ്ഞത് എവിടെയോ കൃത്യമല്ലായിരുന്നു, കുറച്ചും കൂടെ കാര്യങ്ങളിൽ അതിനകത്ത് കൃത്യത ഉണ്ടാകണം. എങ്ങനല്ലേ തിരിച്ചറിവെന്ന് പറയുന്നത്? മലയാളത്തിൽ അർത്ഥം അങ്ങനല്ലേ? അങ്ങനെയാണെന്ന് ഉറപ്പുള്ളൊരു ഹല്ലേലൂയ പറഞ്ഞേ, കൈ ഉയർത്തേ. അങ്ങനെയാണല്ലോ തിരിച്ചറിവ്. അപ്പം ഈ തിരിച്ചറിവിനൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ഇതിനൊരു കാലതാമസം ഉണ്ടാകും. ശരിയല്ലേ? എന്താ? നിങ്ങളാരും വേണ്ടുന്നില്ല. സമയങ്ങളെടുക്കും ഇതിനെ ചിലപ്പം തിരിച്ചറിയാൻ, അല്ലേ? ചില കാര്യങ്ങളെ മനസ്സിലാക്കി വരാൻ, ചില വ്യക്തികളെ മനസ്സിലാക്കി വരാൻ, അല്ലേ? പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വരാൻ എന്തെടുക്കും? സമയങ്ങളെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ തിരിച്ചറിവ് നമ്മളെ ഒരു പുതിയ അനുഭവത്തിനകത്തേക്ക് കയറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിനകത്തുണ്ടായിരിക്കുന്ന ഉണർവുകൾ മുഴുവനും തിരിച്ചറിവിൽ നിന്നാണ്. ഹല്ലേലൂയ, ആമേൻ. എന്താണ്? ബൈബിളിനകത്തുണ്ടായിരിക്കുന്ന ഉണർവുകൾ മുഴുവനും തിരിച്ചറിവിൽ നിന്നാണ്. ഹല്ലേലൂയ, ആമേൻ. ദൈവം പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. ആരാ ആൻറ്റി? ആരാ? യോന. എങ്ങോട്ടാ പോയേ? ദൈവം പറഞ്ഞെടുത്തോട്ടാണോ പോയത്? അല്ലേ? അല്ല, പുള്ളി മാറിപ്പോയി, അല്ലേ? പുള്ളി തിരിച്ചറിഞ്ഞ് വന്നപ്പോഴത്തേക്കും കയ്യിന്ന് എന്താ പോയി? കൈവിട്ടുപോയി, അല്ലേ? ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് വന്നപ്പോഴത്തേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി. ആമേൻ. ഇങ്ങനത്തെ പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ തിരിച്ചറിവ് ഇവൻ ഉണ്ടാകാതിരുന്നത്? ദൈവത്തിൻ്റെ ശബ്ദത്തിന് ഇവൻ കറക്റ്റായി സ്റ്റെപ്പ് വെച്ചില്ല. ഇവൻ്റെ ബുദ്ധിയിൽ മൂവ് ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. ഇവൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഇവൻ മൂവ് ചെയ്തു. പക്ഷെ കാര്യങ്ങൾ നേരെ തിരിച്ചായിരുന്നു. എന്നാൽ തിരിച്ചറിഞ്ഞ് വന്നപ്പോഴത്തേക്ക്
കൂടെ ഉണ്ടായിരുന്നവർക്കും പ്രശ്നം, ഇവനും പ്രശ്നം. ഹല്ലേലൂയ, അല്ലേ? ഹല്ലേലൂയ, ആമേൻ. പുള്ളിക്കാരനെ എടുത്ത് കടലിനകത്തേക്ക് ഇട്ടതിന് ശേഷം എല്ലാം നേരെയായി, എല്ലാം നേരെയായി. ആമേൻ. ദൈവം പറഞ്ഞെടുത്തോട്ട് ഇവൻ പോയി. ഉണർവ് തുടങ്ങിയോ? ആ ദേശം മുഴുവനും മാനസാന്തരപ്പെട്ടു എന്ന വചനത്തിൽ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിവുകൾ നിന്നെ ഉണർവിനകത്തേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഏതൊക്കെയോ മേഖലകളിൽ തിരിച്ചറിവുകൾ നമുക്ക് ആവശ്യമാണ്. ആമേൻ. ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ തിരിച്ചറിവുകൾ നമുക്ക് ആവശ്യമാണ്. ആമേൻ. തിരിച്ചറിവിന് എന്തോ വേണം? ആമേൻ. കൃത്യമായി കേൾക്കാൻ കഴിയണം. ആമേൻ. എന്താ വേണം? കൃത്യമായി കേൾക്കാൻ കഴിയണം. ആമേൻ. പറഞ്ഞത് വിശ്വാസത്താൽ അനുസരിക്കാൻ കഴിയണം. ഹല്ലേലൂയ. കേൾക്കുക മാത്രമല്ല, നീ സ്റ്റെപ്പ് വെക്കണം വിശ്വാസത്താൽ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ലൈഫിനകത്ത് എവിടൊക്കെയോ പരിശുദ്ധാത്മാവ് ചലിക്കാൻ പോകുകയാണ്. അങ്ങനെയുള്ള മേഖലയ്ക്കകത്തേക്ക് ആത്മാവ് നിങ്ങളെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലേക്ക്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കയറ്റാൻ പോകുകയാ. അവൻ ഇന്ന് പകൽ ചിലതിനകത്തുനിന്നൊരു സ്വാതന്ത്ര്യം, ഹല്ലേലൂയ, ഇന്ന് പകൽ ചിലതിനകത്തുനിന്നൊരു വിടുതൽ ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറുകയാ. ഹല്ലേലൂയ. യേശുവിനെ ഒരു സ്ത്രീക്ക് കണ്ടുമുട്ടാൻ ഒരു ഭാഗ്യമുണ്ടായി. ഹല്ലേലൂയ. ഏത് സ്ത്രീയാണത്? ഏത് സ്ത്രീയാണത്? ആമേൻ. ആരാണ്? ഉറക്കെ പറഞ്ഞോ. ശമരിയ സ്ത്രീയെ കണ്ടുമുട്ടാൻ, ആമേൻ, ശമരിയ സ്ത്രീക്കൊരു ഭാഗ്യമുണ്ടായി. ഹല്ലേലൂയ. എന്താ ഇവരുടെ സംഭാഷണങ്ങൾ എന്തായിരുന്നു? നിന്റെ മുമ്പിൽ ഇരിക്കുന്നത് ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് പകൽ എന്തൊക്കെയോ അറിയുവാൻ, തിരിച്ചറിയുവാൻ, ഹല്ലേലൂയ, നീ ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നതെന്ന ബോധ്യം യേശുവിന്റെ നാമത്തിൽ, ഇന്ന് പകൽ നീ ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത് തിരിച്ചറിവ്. ഇന്ന് പകൽ ജീവനുള്ള വെള്ളത്തെ ഞാൻ നിനക്ക് പകരമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിലൊരു തിരിച്ചറിവിലേക്ക്, ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയാ, സ്ത്രീയെ, നിന്റെ മുമ്പിൽ ഇരിക്കുന്നവൻ, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്ന് നീ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഹല്ലേലൂയ, നിനക്കൊരിക്കലും ദാഹിക്കാത്ത, നിന്റെ കുറുവനെ തീർക്കുന്ന ജീവനുള്ള വെള്ളത്തെ ഞാൻ ഇന്ന് പകരമായിരുന്നു. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില ജീവനുള്ളതിനെ കൈമാറുന്ന, ജീവനുള്ളതിനെ കൈമാറുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ കൈമാറുന്നു. നിന്റെ മേലൊരു ജീവനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവർ ആ ബോധ്യത്തോടെ ഇരിക്കണം. ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കണം, ഞാൻ എൻ്റെ അപ്പന്റെ മുമ്പിലായിരിക്കുന്നത്. ഓ ഹല്ലേലൂയ. ഞാൻ എൻ്റെ പിതാവിന്റെ മുമ്പിലായിരിക്കുന്നത്, എൻ്റെ സ്വർഗീയ പിതാവിന്റെ മുമ്പിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ധൈര്യത്തോടെ വേണം ഇന്നിവിടെ ഇറങ്ങി പോകുവാൻ. ഹല്ലേലൂയ. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണ് ഞാൻ. പകൽ ദൈവത്തിന് ആഗ്രഹമുണ്ട് നിന്നെ അനുഗ്രഹിക്കാം. സൗഖ്യമുണ്ടാകുവാൻ നിനക്ക് സൗഖ്യം, നിനക്ക് മനസ്സുണ്ടോ എന്ന് ദൈവം ചോദിച്ചു. നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ സൗഖ്യമാകും. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ അവിശ്വാസങ്ങളാണ് പലതും ഇതിന് തടസ്സമെന്ന്
ഹല്ലേലൂയ. ഇന്ന് പകൽ പൂർണ്ണമായി നീ സമർപ്പിക്കുമെങ്കിൽ ആമേൻ, നിന്റെ നിസ്സഹായ അവസ്ഥയുടെ മുമ്പിൽ ഒരുവൻ ഇറങ്ങി വരുമെന്ന്, ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്ന് ഹല്ലേലൂയ ഒരുവൻ വിളിച്ചു പറഞ്ഞപ്പോ യേശു അവിടെ നിന്നെങ്കിൽ, അവൻ യേശു അവനെ തൊട്ടെങ്കിൽ, ഹല്ലേലൂയ ഇന്ന് പകൽ നീ വിശ്വസിക്ക. ജീവനുള്ള ദൈവവെള്ളത്തെ ഞാൻ കൈമാറുമായിരുന്നു. ആമേൻ. വിളിക്കുക, യജമാനനെ, യജമാനനെ. ഹല്ലേലൂയ. ഇവിടെ സംഭാഷണങ്ങൾക്ക് അല്പനേരം കഴിഞ്ഞ ശേഷം ആമേൻ, ഇവളുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങളെ മുഴുവനും വിളിച്ചു പറഞ്ഞപ്പോ ഇവൾ പറയുക, എന്തുവാ? പ്രവാചകനെ, പ്രവാചകനെ. ഹല്ലേലൂയ. അല്പനേരം കൂടെ കഴിയുമ്പോ ഇവക്കൊരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. അല്പനേരം കൂടെ കഴിയുമ്പോ ഇവൾ തിരിച്ചറിവിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ആമേൻ. ഇവൾക്ക് മനസ്സിലായി, ഇവൾ ജനിച്ച നാള് മുതൽ ഇവൾ പറഞ്ഞു കേൾക്കുന്ന ചില സംസാരങ്ങളുണ്ട്. ഇവളുടെ ചില കേൾവികളുണ്ട്. യഹൂദന്മാരുടെ ചില സംസാരങ്ങളുണ്ട്. പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞ പ്രവാചക ശബ്ദങ്ങളുണ്ട്. എന്താ അത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ആ പറഞ്ഞ ശബ്ദങ്ങളിൽ ഇവൾ മനസ്സിലാക്കിയത് ഇതാ, ആമേൻ, അന്ന് കേട്ടു, ഇതാ ഒരു മശിഹ വരുന്നുണ്ട്. ഇവൾ ഓടിച്ചെന്ന് പറഞ്ഞു, അതേ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ച പ്രവചന ശബ്ദം ഇതാ എന്റെ മുമ്പിൽ, അതേ ഇതിവനാണെന്ന് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ. ഇവൾ ഓടിച്ചെന്ന് പറയുകയോ, ഇതാ എന്റെ മുമ്പിൽ മശിഹ വന്ന് നിൽക്കുന്നു. മശിഹ എന്ന് വെച്ചാൽ കർത്താവ്. ആമേൻ. യജമാനനിൽ നിന്നും പ്രവാചകനിൽ നിന്നും ഇതാ അവളുടെ തിരിച്ചറിവിലേക്ക് അവളെത്തി. എന്റെ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ മശിഹായ. ഹല്ലേലൂയ. ഇന്ന് പകൽ പലരും പ്രവാചകനാന്നൊക്കെ പറയും, പലരും റബ്ബിയാന്നും ഗുരുവാന്നും പറയും. എന്നാൽ ഇന്ന് ഇവിടെ നിൽക്കുന്ന ദൈവമക്കൾക്കൊരു ഓർമ്മ വേണം, ഒരു ബോധ്യം വേണം, ഇതെന്റെ മശിഹായാണ്, ഇവൻ എന്റെ രക്ഷകനാണെന്ന്, ഇവൻ എന്റെ വീണ്ടെടുപ്പുകാരനാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ആ തിരിച്ചറിവിൽ എന്തോ സംഭവിച്ചേ? ആമേൻ. ഇവൾ പറഞ്ഞതൊക്കെ നാട്ടുകാർ വിശ്വസിക്കാൻ തുടങ്ങി. പറഞ്ഞതൊക്കെ ആൾക്കാർ വിശ്വസിക്കാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. ആ പട്ടണം മുഴുവനും യേശുവിൽ വിശ്വസിച്ചു. ആ പട്ടണം മുഴുവനും യേശുവിൽ വിശ്വസിച്ചു. ഇന്ന് പകൽ എവിടൊക്കെയോ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളിൽ അകത്തൂടെ റിവൈവൽ തുടങ്ങും. യേശുവിനെ പറ്റിയുള്ള വ്യക്തതകൾ, യേശുവിനെ പറ്റിയുള്ള അറിവുകൾ അത് പൂർണ്ണമാകട്ടെ. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലതിനോട് ഹല്ലേലൂയ അറിവുകൾ നമ്മളെ ഉണർവിലേക്ക് കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഈ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയണമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മടിയാ അല്ലേ? ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെയായിരുന്നു, കൈവക്കത്തില്ല.
കുറച്ചാൾ കഴിഞ്ഞ് നമ്മൾ പിന്നെ അറിയാതെ നമ്മുടെ കൈകളൊക്കെ അങ്ങ് പൊങ്ങും. നമ്മളത് എന്തിനു വേണ്ടി അത് ചെയ്യണേ? വി ആർ സബ്മിറ്റിംഗ്. നമ്മളെന്ത് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ്. എന്താ പറഞ്ഞേ? ഹൃദയം കൊണ്ട് നമ്മൾ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമാണ്. ആമേൻ. സ്നാനം എന്തുവാ? യേശുവിൻ്റെ ക്രൂശിനോട് ചേരുന്നതിൻ്റെ വിശ്വാസത്താലുള്ള പ്രഖ്യാപനമാണ്. നമുക്ക് വേണ്ടി ഒരുവൻ മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുകയും അത് വാഗുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുമെന്നാണ്. ഇതൊരു സബ്മിഷനാണ്. ഹൃദയം കൊണ്ടുള്ള സബ്മിഷന്റെ പല ഭാഗങ്ങളാണ് ഇതൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ഒരിക്കൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി വലിയ സംഭാഷണങ്ങളായിരിക്കുമ്പോൾ, വലിയ ചർച്ചകളായിരിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ഒരു സംശയം, ഈ മുമ്പിലിരിക്കുന്ന ഇവരൊക്കെ എന്താ എന്നെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ജഡത്തിൽ ജഡരൂപമായി വചനം ഭൂമിയിലേക്ക് വന്നു എന്ന് വച്ചാൽ ആദിയിലുണ്ടായിരുന്നവൻ, വചനമായിരുന്നവൻ, ദൈവമായിരുന്നവൻ ജഡരൂപത്തിൽ, നമ്മുടെ രൂപത്തിൽ എന്തുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ? എന്തിനാ? നമുക്ക് ഇവൻ ചെയ്യുന്നതും പറയുന്നതും തിരിച്ചറിയണം. ഇല്ലെങ്കിൽ വലിയ ഒരാളായിട്ട് മുകളിലിരുന്നാൽ തിരിച്ചറിയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമുക്കൊരു ആനയോട് പോയി സംസാരിച്ച ആനയ്ക്ക് മനസ്സിലാവുമോ? അതിന് ട്രെയിനിങ് എടുക്കണം അല്ലേ? നമുക്കൊരു ഉറുമ്പിനോട് പോയി സംസാരിച്ച ഉറുമ്പിന് മനസ്സിലാവുമോ? ഉറുമ്പായിട്ട് ചെല്ലണം. ആമേൻ. കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആകണമെങ്കിൽ അതിനു വേണ്ടി ജഡരൂപത്തിൽ അവൻ വന്നു. എന്നാൽ ഈ സത്യം തൻ്റെ ശിഷ്യന്മാരെങ്കിലും മനസ്സിലാക്കിയോ, അറിഞ്ഞോ എന്നൊരു സംശയം യേശുവിൻ്റെ മുമ്പിൽ വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ചോദിക്കുക, ആരോടെ ചോദിക്കുന്ന? ശിഷ്യന്മാരോടല്ലേ. നിങ്ങൾ എന്നെ പറ്റി ആരെന്നാ പറയുന്നത്? ആമേൻ. നിങ്ങൾ എന്നെ പറ്റി ആരെന്നാ പറയുന്നത്? ഈ ക്വസ്റ്റ്യൻ്റെ കാരണമുണ്ട് കേട്ടോ. പരീശന്മാരും സദൂക്യന്മാരും യേശുവിനെ പറ്റി കള്ളപ്രവാചകനെന്നും, ആമേൻ, ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ കൂടെ നടക്കുന്ന, എൻ്റെ കൂടെ ഇരിക്കുന്ന, എൻ്റെ കൂടെ ഉറങ്ങുന്ന നിങ്ങൾ എന്നെ പറ്റി ആരെന്നാ പറയുന്നേ? ഹല്ലേലൂയ, ആമേൻ. ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന്. ഹല്ലേലൂയ. ക്രിസ്തു എന്ന് വെച്ചാൽ സാക്ഷാൽ മശിഹ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, അവൻ ആരെന്ന് തിരിച്ചറിഞ്ഞ ഒരുവന്റെ മുകളിൽ അവൻ വിളിച്ചു പറയുക, ബറിയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ. ആമേൻ. ആരാ ഭാഗ്യവാൻ? തിരിച്ചറിഞ്ഞവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ബറിയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. ആരാ വെളിപ്പെടുത്തിയത്? സ്വർഗസ്ഥനായ പിതാവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിന്റെ പേരിനെ ഒന്ന് മാറ്റി വിളിക്കുന്നു. നീ പത്രോസ് ആകുന്നു.
ഹല്ലേലൂയ. എന്താ ആദ്യം വിളിച്ചത്? ബറിയോനായ ശിമോനെ. അവൻ തിരിച്ചറിവിൽ നിന്നു റിവൈവലേക്ക് കടക്കുന്നതിന് മുമ്പ് നിന്റെ പേരിനെ അവൻ മാറ്റി വിളിക്കും. നിന്റെ പേരിനെ അവൻ മാറ്റി വിളിക്കും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ബറിയോനായ ശിമോനെ, നീ പത്രോസ് ആകുന്നു. ഈ പാറമേ ഞാൻ എന്റെ സഭയെ പണിയും. ആമേൻ. ഹല്ലേലൂയ. 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 ദൈവത്തിന്റെ സഭയെ പണിയാൻ ദൈവം തിരഞ്ഞെടുക്കുന്നത് അവനെ പറ്റി വെളിപ്പാടുള്ളവനെയോ, ആമേൻ, അവനെ പറ്റി തിരിച്ചറിവുള്ളവനെയോ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ള വെളിപ്പാടിനകത്ത് ദൈവം നിർത്തിയെങ്കിൽ പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. യെസ്. പാതാളത്തിന്റെ ശക്തികൾക്ക് നിന്നെ ജയിക്കാൻ ആമേൻ. ഹല്ലേലൂയ. കഴിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. റിഖാലാമാ ഷേഖേരിബാ. ആമേൻ. ആമേൻ. ബറിയോനായ ശിമോനെ, ആമേൻ. നീ ഹല്ലേലൂയ. ഭാഗ്യവാൻ. ദൈവം നിർത്തിയതിനെ തകർക്കാൻ ഒരു പാതാള ശക്തിക്കും കഴിയത്തില്ല. ദൈവം നട്ടതെങ്കിൽ, ദൈവം നട്ടതെങ്കിൽ, ദൈവം നനച്ചതെങ്കിൽ അവൻ അതിനെ വളർത്തും. ആമേൻ. അതിനകത്ത് ആയിരങ്ങൾ ആയിരങ്ങൾ കൂടുകൂട്ടും. ഹല്ലേലൂയ. ആമേൻ. ആയിരങ്ങൾ ആയിരങ്ങൾ കൂടുകൂട്ടും. യെസ്. അനേകർക്ക് തണലാകുന്ന ഹല്ലേലൂയ. വലിയൊരു പടുവൃക്ഷമായി ആമേൻ. എന്റെ ദൈവം അതിനെ പട്ടണത്തിന്റെ മധ്യേ, ആമേൻ. എന്റെ ദൈവം അതിനെ പട്ടണത്തിന്റെ മധ്യേ. യെസ്. റിഖാലാമാ ഓ, ഷേലേരിബാലാബാ. റിബാലഗദന റബല ശദര ജഗന റിബാലബ. ധേരബാലാദാറാബാബാ. ഷേലേരിഖാമാനാദാലാദാ. എന്തിനാ ദൈവം സഭയെ പണിയുന്നത്? ദൈവരാജ്യത്തെ പണിയുന്നത് പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാനിപ്പോൾ പറഞ്ഞ വാക്കെന്താണ്? അനേകർക്ക് കൂടുകൂട്ടാൻ, അനേകർക്ക് അഭയമാകാൻ, ഹല്ലേലൂയ, അനേകർക്ക് ആശ്വാസമാകാൻ, അനേകർക്ക് തണലാകാൻ. ദൈവം നിനക്കൊരു കാര്യം തന്നെങ്കിൽ അത് പൊതുപ്രയോജനത്തിനാ. പ്രവചന വരത്തെ പറ്റി പൗലോസ് പറയുന്നത് എങ്ങനെ? എന്തിനു വേണ്ടിയാ? അത് പൊതുപ്രയോജനത്തിനാ. നമുക്ക് ദൈവം എന്തെങ്കിലും നന്മകൾ തന്നിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, ആമേൻ, ദൈവം എന്തെങ്കിലും തന്നു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ അത് നമുക്ക് വേണ്ടി മാത്രമല്ല, അത് പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. 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 ആമേൻ. അനേകർക്ക് ആശ്വാസമാകാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. അനേകർക്ക് തണലാകാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി, അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ നിത്യതയിൽ പോകുന്നത് മാത്രമല്ല, അത് പ്രധാനമാണ്, ഏറ്റവും പ്രധാനമാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം നമുക്കെന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് പൊതുപ്രയോജനത്തിനാണ്. ആമേൻ. യെസ്. സകല നന്മകളും സകല അനുഗ്രഹങ്ങളും സകല കഴിവുകളും ആമേൻ ദൈവം തന്നതാണെന്ന ബോധ്യമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അത് നമ്മളെ പ്രദർശിപ്പിക്കാനല്ല, അത് ദൈവത്തെ പ്രദർശിപ്പിക്കാനാ. യെസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ദൈവമാരെന്ന് കാണിച്ചു കൊടുക്കാനാ. ആമേൻ. അത് യേശു ആരെന്ന് വെളിപ്പെടുത്താനോ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്താനാ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിതാവെന്തോ പ്രദർശിപ്പിച്ചേ? പിതാവെന്തോ കാണിച്ചേ? തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചതാണ് യേശു. കാൽവറിയിൽ നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി അവൻ മരിച്ചത് എന്തുവാ? പിതാവിന്റെ സ്നേഹമാ. യെസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിതാവിന്റെ സ്നേഹമാ അവൻ പ്രദർശിപ്പിച്ചത്. ആമേൻ. നമ്മളോടുള്ള സ്നേഹം, നമ്മളോടുള്ള കരുതൽ, ആമേൻ, നമ്മുടെ ശാപത്തിന് വേണ്ടി, നമ്മുടെ ദാരിദ്ര്യത്തിന് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി തൻ്റെ പുത്രനെ അവൻ യാഗമായി വിട്ടു. എന്തിനാ? ലോകത്തിന്റെ മാനവരാശിക്ക് മുഴുവനും പ്രയോജനമാകാൻ.
അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്ന എനിക്കും നിനക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി മാത്രമല്ല, അത് പ്രയോജനത്തിനാണ്. ആരൊക്കെ റിസീവ് ചെയ്യുന്നു? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ശീമോന്റെ പേര് മാറി പത്രോസായി. യേശു പറയാ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എന്തായിരിക്കും അവനെ പാറ എന്ന് ഉറപ്പിക്കാൻ കാര്യം? ഉറച്ച തീരുമാനം എടുത്തിരുന്നു, ഉറച്ച ബോധ്യം അവനുണ്ടായിരുന്നു. ആമേൻ. ഇതിൻ്റെ മേൽ ഞാൻ പണിയും, ഇതിൻ്റെ മുകളിൽ ഞാൻ പണിയും. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയത്തില്ല. ദേശാന്തര ശക്തികൾക്ക്, ദേശത്തിൻ്റെ വെല്ലുവിളികൾക്ക് സഭയെ തകർക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്ന് പകലത്ര പേര് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഉറപ്പുണ്ടെന്ന് പറഞ്ഞെങ്കിലും എവിടെയൊക്കെയോ അറിഞ്ഞോ അറിയാതെ പത്രോസ് പോയി കാലുമാറി. ശരിയാണോ? ശരിയാണോ? അല്ലേ? എവിടേക്കോ ഇവൻ്റെ ജഡ സ്വഭാവം കയറി വന്നു, പേടിച്ചു പോയി കേട്ടോ. ആമേൻ. യേശുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. ആമേൻ. ഇവൻ്റെ പഴയ പണിക്ക് പോയി. ആമേൻ. ഇവൻ പിന്മാറ്റത്തിലോട്ട് പോയെന്ന് ചോദിച്ചാൽ പിന്മാറ്റത്തിലോട്ട് പോയി. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സകലതും ഇവനോട് ആക്ടിവേറ്റായി. ആമേൻ, ഹല്ലേലൂയ. ഇവന്റെ മേൽ കൈമാറിയ വാഗ്ദത്തങ്ങൾ അത് പരിശുദ്ധാത്മാവിലൂടെ ആക്ടിവേറ്റായി. ഹല്ലേലൂയ. യേശു പറഞ്ഞിട്ട് പോയ കാര്യം ഇതാ, നിങ്ങൾ കാത്തിരിക്കണം ഒരു വാഗ്ദത്തത്തിന് വേണ്ടി. ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വാഗ്ദത്തം വരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നപ്പോ ഇവന്റെ മേലുള്ള വാഗ്ദത്തം ആക്ടിവേറ്റായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ചില വാഗ്ദത്തങ്ങൾ ആക്ടിവേറ്റ് ആകട്ടെ ഇന്ന് പകൽ. ചില വാഗ്ദത്തങ്ങൾ ആക്ടിവേറ്റ് ആകട്ടെ. നിർജീവമായി കിടക്കുന്ന, ആമേൻ, തീർന്നു എന്ന് കരുതിയ, അവസാനിച്ചു എന്ന് കരുതിയ ചില വാഗ്ദത്തങ്ങൾ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ചിലതിനു വേണ്ടി ആക്ടിവേറ്റ് ചെയ്യുക. ആമേൻ. ചിലതിനു വേണ്ടി ആക്ടിവേറ്റ് ചെയ്യുക. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞെന്താ? ഞാൻ എൻ്റെ സഭയെ പണിയും, നിന്നിൽ പണിയും. ശ്രദ്ധിക്കണേ, കഴിഞ്ഞ അങ്ങേ ആഴ്ച നമ്മളൊരു വാക്ക് പറഞ്ഞായിരുന്നു. ഒരുമിച്ച് യേശുവിൻ്റെ 11 ശിഷ്യന്മാരും, ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആരാ? പത്രോസാ അല്ലേ? യേശുവിൻ്റെ പ്രധാന ശിഷ്യനാരാ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എല്ലാവരും. എങ്കിലും പ്രാധാന്യത്തിൽ പറയുന്നത് എപ്പോഴും പത്രോസിനെയാണ് പല കാര്യങ്ങളിലും. ഇവരെല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കൂടെ 3 പേര് ഒരുമിച്ചുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇവരുടെ പത്രോസിൻ്റെ നേതൃത്വത്തിൽ ഇവർ ഒരു സ്ഥലത്ത് എന്തോ ചെയ്തേ? പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നമ്മൾ കഴിഞ്ഞ അങ്ങേയാഴ്ച പറഞ്ഞതായത്. എത്ര പേരുണ്ടായിരുന്നാ പറഞ്ഞേ? 11 ശിഷ്യന്മാരും യേശുവിൻ്റെ സഹോദരന്മാരും കുറച്ച് സ്ത്രീകളും. ഏകദേശം ഒരു 10-20 പേര് കൂടിയിരുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അടുത്ത കൂട്ടത്തിൽ എത്രയെന്നാ പറഞ്ഞേ? 120. ഹല്ലേലൂയ. 120 പേർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവിടെ മേൽ പണ്ട് പറഞ്ഞിരുന്ന വാഗ്ദത്തങ്ങൾ ആക്ടിവേറ്റായി. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി, പുതുഭാഷകളിൽ സംസാരിച്ചു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ പുതുഭാഷകളിൽ സംസാരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ അഭിഷേകങ്ങൾ കൈമാറും. ആമേൻ. നിങ്ങളുടെ മേൽ കൈമാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ മേൽ ആമേൻ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ അസാധാരണ ധൈര്യങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ.
ശ്രദ്ധിക്കണം ദൈവമക്കളെ. ആമേൻ. പത്രോസിലൂടെ 3000 പേർ എന്തോ ചെയ്തെന്നാ? സ്നാനപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 3000 എത്ര എന്ന് അടുത്ത വാക്യങ്ങളിൽ പറയുന്നത് 5000 പുരുഷന്മാർ. 5000 പുരുഷന്മാരെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എത്ര പേര് കാണും? കുറഞ്ഞതൊരു 5000 എങ്കിലും കാണും അല്ലേ? അങ്ങനെയാണെങ്കിൽ അന്നത്തെ കാലത്ത് എത്ര പിള്ളേരാണ് ഉള്ളത്? നമ്മൾ ഇന്നത്തെ കൂട്ട് 2 പേരാണോ? ഒരു മിനിമം ഒരു 5 തൊട്ട് അങ്ങോട്ട് പോവും അല്ലേ? 10, 15 അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര പേര്? നിങ്ങളത് കണക്ക് കൂട്ടി. 5000 പുരുഷന്മാർക്ക് 5 പിള്ളേർ വെച്ച് ആണെങ്കിൽ ഏകദേശം ഇങ്ങനെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50,000-നകത്തേക്ക് വരും അല്ലേ? ശരിയാണോ? ആമേൻ, ഹല്ലേലൂയ, ആമേൻ. തിരിച്ചറിവ് വന്ന ഒരുത്തൻ്റെ മേൽ റിവൈവൽ തുടങ്ങിയ ഇങ്ങനെ ഇരിക്കും. 20 നിന്നും 120-ലേക്ക്, 120 നിന്നും 3000-ലേക്ക്, 3000-ൽ നിന്നും 10,000-ങ്ങളിലേക്ക്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നിന്റെ മേലൊരു തിരിച്ചറിവുണ്ടെങ്കിൽ നിന്നിലൂടെ ഒരു റിവൈവൽ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മേലൊരു തിരിച്ചറിവുണ്ടെങ്കിൽ നിന്നിലൂടെ റിവൈവൽ ആരംഭിക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവുടെയൊക്കെ മേൽ ആമേൻ പുതിയതിനെ ആമേൻ ജീവൻ കൊടുക്കുന്ന പുതിയതിനെ, ഹല്ലേലൂയ, ജീവൻ പകരുന്ന പുതിയതിനെ ആത്മാവ് ചിലതിനു വേണ്ടി കൈമാറുകയാ. ദൈവാത്മാവിനാൽ അതിരുകളെ വിശാലമാക്കുന്ന ദൈവം, അതിരുകളെ വിശാലമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഡോട്ട് ടു ക്രൈസ്റ്റിന്റെ അതിരുകളെ ദൈവം വിശാലമാക്കാൻ പോകുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ജനത്തിൻ്റെയും അതിരുകളെ ദൈവാത്മാവ് വിശാലമാക്കുന്നു. ഇന്ന് പകൽ ഞാൻ ഇത് പറയുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്കെതിരാണ്, എല്ലാ അവസ്ഥകളും നിങ്ങൾക്കെതിരാണ്. എന്നാൽ വിശ്വാസത്താൽ മൂവ് ചെയ്യുക, വിശ്വാസത്താൽ സ്റ്റെപ്പുകൾ വയ്ക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് ബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ചിലതിനോട് ബോധിപ്പിക്കുന്നു. വിശ്വാസത്താൽ മൂവ് ചെയ്യുക. ആമേൻ. അതിരുകളെ വിശാലമാക്കുന്ന ദൈവം. ആമേൻ. എത്രയൊക്കെ വിശ്വസിക്കാൻ കഴിയും? ദൈവം എൻ്റെ അതിരുകളെ വിശാലമാക്കും. ഹല്ലേലൂയ. ദൈവം എൻ്റെ അതിരുകളെ വിശാലമാക്കും. ഉറപ്പോടെ വേണം ഇത് പറയാൻ. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് പറയാൻ കഴിയും, ഞാൻ ഇന്ന് ജീവിക്കുന്നത് അത്ഭുതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എൻ്റെ ചെറിയ നാളുകളിൽ ഞാനൊരു ഭൗതിക നന്മയെ പറ്റിയാണ് പറയുന്നത്, ഭൗതികമായ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ദൈവം എല്ലാ മേഖലയിലും വിശാലത വരുത്തും. ആമേൻ, ഹല്ലേലൂയ. വെറും ചാണകം തളിച്ച വീട്ടിൽ കഴിഞ്ഞവനാ ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറും എന്താ പറയുക, അങ്ങനത്തെ ഏറ്റവും ഏതൊക്കെ ലെവലിൽ താഴ്ന്ന ലെവലിൽ ഞാൻ ജീവിച്ചിട്ടുണ്ടോ അങ്ങനെ ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതിനകത്ത് നിൽക്കുമ്പോഴും സമൃദ്ധിയിലൂടെ നടത്തിയ ദൈവത്തെ എനിക്കറിയാം. പുറമെ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കാം, പക്ഷെ അതിനകത്തും എൻ്റെ ജീവിതം സമൃദ്ധിക്കകത്തായിരുന്നു. അത് ദൈവത്തിൻ്റെ സമൃദ്ധിയാണ്. ഇന്നും ഞാൻ ജീവിക്കുന്നത്, ഞാൻ സീറോയിൽ നിൽക്കുമ്പോഴും സമൃദ്ധി ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ. സീറോയ്ക്കകത്ത് നിൽക്കുമ്പോഴും സമൃദ്ധി ജീവിക്കുന്നവനാണ്. ഇന്ന് പകൽ അതിൻ്റെ ഉറപ്പോടെ ഞാൻ വിളിച്ചു പറയുന്നത്, ഹല്ലേലൂയ, സമൃദ്ധിയിൽ നമ്മളെ നടത്തുന്ന ദൈവമാണ്, വിശാലതകളെ തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എത്രയൊക്കെ പറയാൻ കഴിയും, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയത് കൊണ്ടാണ്, എൻ്റെ ദൈവം എന്നെ നിർത്തിയത് കൊണ്ടാണ്. എത്ര പേർക്ക് പറയാൻ കഴിയും? ആ നന്ദിയുള്ള ഹൃദയത്തോടെ എത്ര പേർക്ക് പറയാൻ കഴിയും? കഴിഞ്ഞ കാലത്തെപ്പറ്റി ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ഇതിനൊന്നിനും യോഗ്യനല്ല. എനിക്കറിയാം ഞാൻ ഇവിടെ നിൽക്കാൻ യോഗ്യനല്ല. യാതൊരു കഴിവുകളും അമ്മൻ എടുത്തു പറയാൻ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. എന്നാൽ ഒരുവൻ്റെ മേൽ, ഒരു കഴുതയുടെ മേൽ
ഒരുവൻ കയറുമ്പോ, ഹല്ലേലൂയ, ഒരു കഴുതയുടെ മേൽ ഒരുവൻ കയറുമ്പോ, ഹല്ലേലൂയ, നീയും അറിയാതെ മാനിക്കപ്പെടും. നീയും അറിയാതെ മാനിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില കഴുതകളുടെ മേൽ അവൻ കയറുകയാ. നിനക്ക് അർഹിക്കാത്ത മാന്യതകൾ തരാൻ, അർഹിക്കാത്ത മാന്യതകൾ തരാം. ഹല്ലേലൂയ. നീ ചിന്തിക്കും, എൻ്റെ കർത്താവ് എനിക്കൊരു കഴിവില്ലെന്ന്. എന്നാൽ ഇന്ന് പകൽ ഒരുവന്റെ മേൽ അവൻ കയറിയാൽ നിന്റെ അവസ്ഥകൾ മാറും കേട്ടോ. നിന്റെ ലൈഫ് മാറും കേട്ടോ. നിന്റെ ലൈഫ് മാറും കേട്ടോ. നിന്റെ ലൈഫ് തിരിയും. നിന്റെ ജീവിതം തിരിയും. ഇന്ന് പകൽ ആരൊക്കെയോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയുക, ഒരുവൻ ചിലതിന്റെ ഒരുവൻ ചിലതിന്റെ മുകളിൽ കയറാൻ പോകുകയാ. ഇന്ന് വരെയും നീ ചില കെട്ടപ്പെടലകത്തായിരുന്നെങ്കിൽ അവൻ കെട്ടടിച്ചു വിടുക എന്ന ദൈവത്തിന്റെ ശബ്ദം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം സമ്പത്തിനെതിരല്ല. എന്താണ്? ദൈവം നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് എതിരല്ല. ആമേൻ. ദൈവം നമ്മുടെ രോഗം സൗഖ്യമാകുന്നതിന് എതിരല്ല. പലപ്പോഴും പല പഠിപ്പിക്കലിനകത്തും സമ്പത്തുണ്ടാകുന്നത് പാപമാണെന്നോ തെറ്റാണെന്നോ എന്നൊക്കെയുള്ള പല ചിന്തകൾ നമ്മുടെ മനസ്സുകളിൽ കയറി പറ്റിയിട്ടുണ്ടാകാം. ഞാൻ അതുകൊണ്ട് ആദ്യമേ പറഞ്ഞത്, അറിവിനകത്തു നിന്നും ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം. ഹല്ലേലൂയ. എന്താണ്? അറിവിനകത്തു നിന്നും തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം. ഹല്ലേലൂയ. ദൈവം സമ്പന്നനാണ്. എന്താണ്? ദൈവം സമ്പന്നനാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ മക്കൾ സമ്പന്നനാകണം. ഹല്ലേലൂയ. ദൈവം നമുക്ക് സമ്പത്തുണ്ടാകുന്നതിൽ എതിരില്ല. എതിരില്ലാത്തവനാ. രണ്ടുപേർ കൈ കൊടുത്ത് പറയാൻ പറ്റുമോ? ദൈവത്തിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം അത്. ഹല്ലേലൂയ. ദ്രവ്യം നമുക്ക് ലഭിക്കുന്നതിൽ ദൈവത്തിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം ദ്രവ്യാഗ്രഹത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ്. മനസ്സിലായോ? ആമേൻ. അല്ല, ദൈവത്തെക്കാൾ ഉപരിയായി പണത്തിലേക്ക് നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രവർത്തനങ്ങളും കയറി പോകുമ്പോഴാണ് പ്രശ്നം. അത് വിഗ്രഹമായി മാറും. ദൈവത്തിന് മുകളിലായി എന്ത് വന്നോ അത് വിഗ്രഹമായി മാറും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൈവരാജ്യ സമ്പത്ത് നമ്മുടെ അവകാശമാണ്. എങ്ങനെ വചനത്തിൽ നിന്ന് പ്രാപിക്കാം? നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം, ആമേൻ, അതിൻ്റെ 12 മുതലുള്ള വാക്യം. എന്താണ്? ഇസഹാക്ക് ആ ദേശത്ത് എന്തോ ചെയ്തെന്നാ? വിതച്ചു. ആമേൻ. ആ ആണ്ടിൽ എത്രയാ? 100 മേനി അല്ലേ വിളവ് കിട്ടി. ആമേൻ. യഹോവ എന്തോ ചെയ്തെന്നാ? അവനെ ശപിച്ചെന്നാണോ? അവൻ വിതച്ചോണ്ടും മേനി കിട്ടിയോണ്ട് എടാ നീ ശപിച്ചു പോട്ടെന്ന് ദൈവം പറഞ്ഞോ? എന്തോ പറഞ്ഞു? അനുഗ്രഹിച്ചു. ആമേൻ. ഒന്ന് ഒറ്റന്ന് വിളിച്ചു പറയാ, യഹോവ അവനെ അനുഗ്രഹിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം ഇതിനകത്ത് നിന്നിരിക്കും നമ്മളെയും അനുഗ്രഹിക്കും. 100 മേനി അനുഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ദൈവം ശപിക്കുന്ന ദൈവമല്ല, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇത് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. അവൻ അനുഗ്രഹിച്ചു. ആമേൻ. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ എന്തോ ചെയ്തെന്നാ? അവൻ വർദ്ധിച്ചു. അവൻ താഴോട്ട് പോയെന്നാണോ? അവൻ കുറഞ്ഞെന്നാണോ? ആണോ? വചനം പറയുന്നു അവൻ വർദ്ധിച്ചു.
ഹല്ലേലൂയ. അവൻ മഹാധനവാനായി തീർന്നു. ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ പദ്ധതി, ഇതാ ദൈവത്തിന്റെ ആഗ്രഹം. എന്നെ പറ്റിയും നിങ്ങളെ പറ്റിയും ദൈവത്തിന്റെ ആഗ്രഹം ഇതാ, മഹാധനവാനായി തീരുവാൻ. ഹല്ലേലൂയ. ഒരു ദരിദ്രനായി ജീവിച്ചു മരിക്കാനല്ല ദൈവത്തിന് നിന്നെ പറ്റിയുള്ള ആഗ്രഹം. നീ ഒരു മഹാധനവാനായി തീരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനവൻ ആദ്യം എന്തോ ചെയ്തായിരുന്നു? ആമേൻ. വിതച്ചു. വിതച്ചാൽ കൊയ്യും, വിതച്ചാൽ കൊയ്യും. 100 മേനി. ഹല്ലേലൂയ. എത്ര? 100 മേനി കൊയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, എന്റെ ദൈവം, നിന്റെ ദൈവം, നമ്മുടെ ദൈവം ഇന്ന് പകൽ ആർക്കൊക്കെയോ വേണ്ടി അവൻ നീ വിതച്ചതിനെ, ഹല്ലേലൂയ, ഇല്ലായ്മയുടെ കാലങ്ങളിൽ, ഇല്ലായ്മയുടെ കാലങ്ങളിൽ നീ വിതച്ചതിനെ ഫലിപ്പിക്കുന്ന ദൈവം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ആദ്യം നമ്മൾ ധനവാനായി തീരുന്നത് തെറ്റാണെന്നുള്ള ചിന്താഗതി എടുത്ത് കളയണം. ഒന്നാമത്തെ കാര്യം ഏതാ? ദൈവം ഇതിനെതിരല്ല എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഇന്ന് അതിനെ ബ്രേക്ക് ചെയ്യണം. അതിനെ നമ്മുടെ തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. ദൈവം അതിനല്ല എതിര്, ദിവ്യാഗ്രഹത്തിന് ദൈവം എതിര്. ആമേൻ. പാപിയോട് ദൈവത്തിന് എതിർപ്പില്ല, പാപത്തോടാ ദൈവത്തിന് എതിർപ്പ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സകലരെയും സ്നേഹിക്കാൻ അവൻ വന്നേ. ഒരു വ്യഭിചാരിയായ സ്ത്രീ വന്നപ്പോൾ അവൻ എന്തോ പറഞ്ഞേ? എന്തെങ്കിലും കുറ്റപ്പെടുത്തിയോ? കുറ്റപ്പെടുത്തിയോ? എല്ലാരും കല്ലെറിയാൻ വന്നപ്പോ, ചുറ്റുപാടും കല്ലെറിയാൻ വന്നപ്പോ യേശു എന്തോ ചെയ്തേ? അവളെ ചേർത്ത് പിടിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവമാ. പലരും പലതും പറഞ്ഞോട്ടെ, നമ്മുടെ കഴിഞ്ഞകാല കുറവുകളൊക്കെ പലരും പറഞ്ഞോട്ടെ, പക്ഷെ ഒരുവൻ നമ്മളെ ചേർത്ത് പിടിക്കും. ഒരുവൻ നമ്മളെ ചേർത്ത് പിടിക്കും.